നടൻ ബാലയുടെ മുൻ ഭാര്യമാരിൽ ഒരാളാണ് എലിസബത്ത് ഉദയൻ. അഹമ്മദാബാദിൽ ജോലി ചെയ്യുന്ന എലിസബത്ത് ഇപ്പോൾ നാട്ടിൽ അവധിക്കായി എത്തിയിട്ടുണ്ട്. പ്രൊഫഷണലി ഡോക്ടർ ആണെങ്കിൽ പോലും യൂട്യൂബിലും സോഷ്യൽ മീഡിയകളിലുമൊക്കെ വളരെ സജീവവുമാണ് എലിസബത്ത്. ഇപ്പോഴത്തെ എലിസബത്ത് പങ്കിട്ടിരിക്കുന്ന പുതിയൊരു വീഡിയോ ആണ് ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടിയെടുക്കുന്നത്. വിവാഹ വസ്ത്രത്തിൽ അതിസുന്ദരിയായി എലിസബത്ത് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ബാലയുമായുള്ള വിവാഹത്തിന് ശേഷം നടന്ന വിവാഹ സൽക്കാര ചടങ്ങിൽ ചുവന്ന നിറത്തിലുള്ള ഒരു ഹെവി ലെഹങ്ക തന്നെയായിരുന്നു എലിസബത്ത് ധരിച്ചിരുന്നത്. അന്നൊരു മുസ്ലിം ബ്രൈഡിനെ പോലെ അതീവ സുന്ദരിയായിരുന്നു എലിസബത്ത്. ഇതിനുശേഷം ഒരിക്കൽ പോലും അത്രത്തോളം ഒരുങ്ങി എലിസബത്ത് എവിടെയും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. സോഷ്യൽ മീഡിയ എലിസബത്തിന്റെ മുഖം ആദ്യമായി കാണുന്നതും ആ വിവാഹ വസ്ത്രത്തിലാണ്. വിവാഹം കഴിഞ്ഞ് 2.5 വർഷം പിന്നിട്ടെങ്കിലും ഇതിനിടയിൽ ഒരിക്കൽ പോലും ആ വിവാഹ വസ്ത്രം വീണ്ടും എലിസബത്ത് ധരിച്ചിരുന്നില്ല. ശരീരഭാരം കുറഞ്ഞതിനാലാണ് വീണ്ടും വിവാഹ വസ്ത്രം എലിസബത്ത് ധരിച്ചു നോക്കിയിരിക്കുന്നത്. ഈ ഒരു ഡ്രസ്സിലാകും യൂട്യൂബ് ചാനലിലും സോഷ്യൽ മീഡിയയിലുമുള്ള ആളുകൾ തന്നെ കൂടുതലും കണ്ടിട്ടുണ്ടാവുക എന്നാണ് എലിസബത്ത് പറയുന്നത്. വിവാഹം കഴിഞ്ഞ് പിന്നീട് ഈ ഡ്രസ്സ് തനിക്ക് കൊള്ളാതെയായി. കാരണം എന്തെന്നാൽ താൻ പിന്നീട് വീണ്ടും നന്നായി തടി വെച്ചിരുന്നു. ഇപ്പോൾ ഈ ഡ്രസ്സ് തനിക്ക് ലൂസാണെന്നാണ്. ഇപ്പോൾ തനിക്ക് ഈ ഡ്രസ്സ് വളരെ ലൂസാണെന്നും പഴയ ഡ്രസ്സിൽ തനിക്ക് കയറുന്നത് താൻ ഇപ്പോൾ വീണ്ടും തപ്പിയെടുത്തിട്ടുണ്ടെന്നാണ് എലിസബത്ത് പറയുന്നത്. വീട്ടിലായതിനാൽ ഒരുപാട് സമയമുണ്ട് തനിക്കിപ്പോൾ. പുറത്തു പോകുവാനും തനിക്ക് കഴിയുന്നില്ല. അതിനുള്ളൊരു എനർജി തനിക്കില്ല എന്നാണ് എലിസബത്ത് പറയുന്നത്. അങ്ങനെ തപ്പിയെടുത്തപ്പോഴാണ് ഈ ഡ്രസ്സും തനിക്ക് കയ്യിൽ കിട്ടിയതെന്നാണ് എലിസബത്ത് പറയുന്നത്. അന്ന് നല്ല മേക്കപ്പ് ഒക്കെ ചെയ്താണ് ഈ ഡ്രസ്സ് ധരിച്ചിരുന്നത്. ഇപ്പോൾ ഇത് വീണ്ടും ധരിച്ചപ്പോൾ എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയണമെന്നാണ് എലിസബത്ത് ആരാധകരോടായി പറയുന്നത്. അടുത്ത നവരാത്രിക്ക് ഈ ഡ്രസ്സ് ധരിച്ചു പോയാലോ എന്ന് താൻ ആലോചിക്കുന്നുണ്ടെന്നും എലിസബത്ത് കൂട്ടിച്ചേർക്കുന്നു. എന്നാൽ പക്ഷേ വിവാഹത്തിന് ധരിച്ച ലെഹങ്കയാണെന്ന് എലിസബത്ത് എവിടെയും ഈ ഒരു വീഡിയോയിൽ കൂടി പരാമർശിക്കുന്നില്ല. ഏതായാലും ഈ ഒരു വീഡിയോ വൈറലായതോടെ വിവാഹ വസ്ത്രമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത്. എലിസബത്ത് മെലിഞ്ഞു കൂടുതൽ സുന്ദരിയായി എന്നാണ് ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിറയെ വരുന്ന കമന്റുകൾ. ഈ തടിയും ലുക്കും നിലനിർത്തി കൊണ്ടുപോകുവാനും എലിസബത്തിനെ ആരാധകർ ഉപദേശിക്കുന്നുമുണ്ട്. അതേസമയം സ്വന്തം സന്തോഷത്തിനും സംതൃപ്തിക്കും വേണ്ടിയിട്ടാണ് എലിസബത്ത് യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നത്. മാനസികാരോഗ്യം, മോട്ടിവേഷൻ സ്പീച്ചുകൾ, വ്ലോഗുകൾ, ഷോർട്സുകൾ എല്ലാം തന്നെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ എലിസബത്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ബാലയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചതിനു ശേഷമാണ് എലിസബത്ത് ഡോക്ടർ ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായി അഹമ്മദാബാദിലേക്ക് പോകുന്നത്. അതേസമയം ബാലയ്ക്കൊപ്പം എലിസബത്തിനെ കാണാതായതോടെ ആളുകൾ കമന്റ് ബോക്സിലൂടെ അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചോദ്യങ്ങൾ കൂടിയപ്പോഴാണ് എലിസബത്ത് ഇപ്പോൾ തനിക്കൊപ്പം ഇല്ല എന്ന് ബാല തന്നെ ആരാധകരോടായൊക്കെ വെളിപ്പെടുത്തുന്നത്. എന്നാൽ പക്ഷേ എന്തുകൊണ്ടാണ് ഇവർ വിവാഹബന്ധം വേർപിരിഞ്ഞതെന്നുള്ള കാരണം ഇരുവരും എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല. എലിസബത്തുമായിട്ടുള്ള വിവാഹം ബാല എന്ന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ എലിസബത്തിനെ കുറിച്ച് ഒരു ചോദ്യം വന്നപ്പോഴും അവരെ കുറിച്ച് താനൊന്നും മോശമായി പറയില്ല എന്നും അത് ശരിയായ രീതിയല്ല എന്നുമാണ് എലിസബത്ത് സ്വർണമാണെന്നുമാണ് ബാല എന്ന് പറഞ്ഞത്. സമാനമായി ബാലയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ എലിസബത്തിന്റെയും കമന്റ് ബോക്സിൽ നിറയാറുണ്ടെങ്കിൽ പോലും എലിസബത്തും ആ ചോദ്യങ്ങളോട് മൗനം പാലിക്കാറാണ് പതിവ്. തന്റെ വിശേഷങ്ങളും സന്തോഷങ്ങളും പങ്കിടുവാൻ വേണ്ടി മാത്രമുള്ളതാണ് തന്റെ യൂട്യൂബ് ചാനൽ എന്നാണ് എലിസബത്ത് മിക്കപ്പോഴും പറയാറുള്ളത്. ഈ കഴിഞ്ഞ മാസമായിരുന്നു നടൻ ബാല വീണ്ടും വിവാഹിതനാകുന്നത്. ബന്ധു കൂടിയായ കോഹ്ലിയാണ് ബാലയുടെ വധു. ബാല വീണ്ടും വിവാഹിതയായതോടെ ബാലയുടെ മുൻ ഭാര്യമാരെ പറ്റിയുള്ള ചർച്ചകളും സോഷ്യൽ മീഡിയ സജീവം തന്നെയാണ്. മുൻ ഭാര്യയായിരുന്ന ഗായിക അമൃത സുരേഷുമായുള്ള ബന്ധത്തിൽ ബാലയ്ക്കൊരു മകളുണ്ട്, പാപ്പു എന്ന് വിളിക്കുന്ന അവന്തിക. എന്നാൽ പക്ഷേ അവന്തികയുടെ ഉത്തരവാദിത്വം പൂർണ്ണമായും അമൃത സുരേഷിനാണ്. ബാലയുമായുള്ള ബന്ധത്തിൽ രണ്ടാമത്തെ ഭാര്യയായിരുന്ന എലിസബത്തിന് മക്കളൊന്നും തന്നെയില്ല. കുറച്ചു നാളുകളായി എലിസബത്ത് ഉദയനെ കുറിച്ചുള്ള ചർച്ചകളും സജീവമായി മാറിയിരുന്നു. ബാലയുടെ ഉപദ്രവം സഹിക്കാനാകാതെ എലിസബത്ത് ഓടി രക്ഷപ്പെട്ടതാണെന്നാണ് നേരത്തെ ആദ്യ ഭാര്യമാരിൽ ഒരാളായ അമൃത സുരേഷിന്റെ സുഹൃത്ത് സോഷ്യൽ മീഡിയയിൽ കൂടി മുൻപ് ആരോപിച്ചിരുന്നത്. ഇതിനു പിന്നാലെ തന്നെ തന്റെ യൂട്യൂബ് ചാനലിൽ കൂടി ഡോക്ടറായ എലിസബത്ത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ പങ്കിട്ടതും ചർച്ചയായി മാറിയിരുന്നു. ഈ വീഡിയോകളിൽ എലിസബത്ത് നാർസിസ്റ്റ് ആയ വ്യക്തികളുടെ സ്വഭാവ രീതിയെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്നാൽ ഈ ഒരു വീഡിയോയ്ക്ക് പിന്നിൽ മറ്റു ചില അർത്ഥങ്ങൾ ഉണ്ടെന്നാണ് സോഷ്യൽ മീഡിയ കണ്ടെത്തിയത്. താൻ ദൈവമാണ്, ബാക്കിയുള്ളവർ തനിക്ക് കീഴിലുള്ളവരാണ്, അവരെ എന്തും ചെയ്യാം, ചവിട്ടിയരയ്ക്കാമെന്ന മനോഭാവമായിരിക്കും നാർസിസ്റ്റ് ആയ ഒരു വ്യക്തിക്ക് ഉണ്ടാവുകയെന്നാണ് എലിസബത്ത് ഉദയൻ പറഞ്ഞത്. അങ്ങനെയുള്ളവർക്കൊപ്പം ജീവിക്കുന്ന പങ്കാളിക്ക് മുട്ടത്തോടിന് മുകളിലൂടെ നടക്കുന്ന അവസ്ഥയായിരിക്കും ജീവിതമെന്നും എപ്പോഴാണ് ആക്രമിക്കുക, എപ്പോഴാണ് അപമാനിക്കുക എന്ന പേടിയൊക്കെയാകുമെന്നും അന്ന് എലിസബത്ത് പറയുകയുണ്ടായി. അതുപോലെ തന്നെ നുണകൾക്ക് മുകളിൽ കെട്ടിപ്പടുത്ത ജീവിതമായിരിക്കും ഇത്തരക്കാരുടേതെന്നും അവരെല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്താകും മുന്നോട്ട് ജീവിക്കുകയെന്നും വെളിപ്പെടുത്തുകയായിരുന്നു എലിസബത്ത്. എന്തെങ്കിലും കുഴപ്പത്തിൽപ്പെട്ടാൽ അറിയാതെ ചെയ്തതാണെന്നാകും പറയുക. എലിസബത്ത് തന്റെ വീഡിയോ സീരീസിൽ കൂടി ചൂണ്ടിക്കാണിച്ചതും ഇക്കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. ഉദാഹരണമായി തന്നെ ഇത്തരക്കാരുടെ ഒരു അവിഹിത ബന്ധം പിടിക്കപ്പെട്ടാൽ ആദ്യം അവരെ എതിർക്കും, പിന്നീട് അത് സ്ഥാപിച്ചാൽ തെറ്റാണെന്നറിയില്ല, ഇനി അത് ആവർത്തിക്കില്ല എന്ന് പറയുമെന്നാണ് എലിസബത്ത് പങ്കിട്ട വീഡിയോയിൽ കൂടി പറഞ്ഞത്.
എന്നാൽ പക്ഷേ അത്തരക്കാർക്ക് വിമർശനം സഹിക്കുവാനാകില്ല എന്നും എലിസബത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറയുന്ന ആളെ അവർ വട്ടാക്കും, ഭീഷണിപ്പെടുത്തും, പങ്കാളിയെ ഉറങ്ങുവാൻ സമ്മതിക്കില്ല, ഉറക്കമില്ലായ്മയും സമ്മർദ്ദവും മറ്റു കാരണങ്ങളുമൊക്കെ സാധാരണ മാനസികതയില നഷ്ടമാക്കുമെന്നാണ് എലിസബത്ത് പങ്കിട്ട വീഡിയോയിൽ കൂടി പറഞ്ഞത്. ഇത്തരം ആളുകൾക്ക് പ്ലാൻ എ പോയാൽ പ്ലാൻ ബി, പ്ലാൻ സി മുതൽ പ്ലാൻ സെഡ് വരെ തയ്യാറാക്കിയിട്ടാണ് റിലേഷൻഷിപ്പിലേക്ക് കടക്കുകയെന്നാണ് എലിസബത്ത് പറഞ്ഞിട്ടുള്ളത്. ഒരു പങ്കാളി പോയാൽ അടുത്ത ആളെ അവർ നേരത്തെ തന്നെ കണ്ടുവച്ചിട്ടുണ്ടാകും. 4 സെറ്റായിരിക്കുമെന്ന് അവർ പറഞ്ഞിരുന്നു. ഈ വീഡിയോകളിൽ എലിസബത്ത് പറയാതെ പറയുന്നത് അത്രയും ബാലയെയും അദ്ദേഹത്തിനൊപ്പമുള്ള തന്റെ ദുരിതകരമായ ജീവിതത്തെയും കുറിച്ചാണെന്നാണ് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ അന്ന് പറഞ്ഞത്. അതേസമയം 24 വയസ്സാണ് ബാലയുടെ ഇപ്പോഴത്തെ ഭാര്യ കോകിലയുടെ പ്രായം. ചെന്നൈയിൽ തന്നെയാണ് കോകിലയും ജനിച്ചു വളർന്നത്. ബാലയുടെ മാമന്റെ മകളാണ് കോകില എന്നാണ് ബാല പറയാറുള്ളത്. കുട്ടിക്കാലം മുതൽക്ക് തന്നെ ബാലയെ കോകില മനസ്സിലിട്ട് നടക്കുകയായിരുന്നുവെന്നും എന്നാൽ അന്നൊന്നും അത് പറയുവാൻ സാധിച്ചില്ല എന്നുമാണ് ബാല തന്നെ മാധ്യമങ്ങളോട് വിവാഹത്തിന് ശേഷം വെളിപ്പെടുത്തിയത്. അതേസമയം 3ാം വിവാഹത്തോടെ കൊച്ചുവിട്ട ബാല വൈക്കത്താണ് ഇപ്പോൾ ഭാര്യയുമായി താമസിക്കുന്നത്. ബാലയെ പോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ് കോകിലയും. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.